എന്ന് നമുക്ക് മനസ്സിലാവും. നമുക്കറിയാലോ, ഇന്ന് തന്നെ ഈ കേരളത്തിലുള്ള ജനങ്ങൾ, പ്രത്യേകിച്ച് നമ്മളുടെ ഇടത് ചിന്തകരും പിന്നെ ഇസ്ലാമിക ചിന്തകരും അതേപോലെയുള്ള ആളുകളൊക്കെ ഭയങ്കര ദുഃഖത്തിലാണ്. ഞാൻ ഇന്ന് രണ്ടുപേരെ കണ്ട് മിണ്ടുന്നില്ല. അവരെ ചങ്ക് കലങ്ങിയിരിക്കുകയാണ്. എന്താണ് കാരണം? ഇന്ന് അഫ്ഗാനിസ്ഥാനിലെ ഒരു ആശുപത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മയക്കുമരുന്നിൽ നിന്നും മാനസിക രോഗങ്ങളിൽ നിന്നുമൊക്കെ മോചനം നേടാൻ ആഗ്രഹിക്കുന്ന മനുഷ്യരെ കൊണ്ടിട്ടിരിക്കുന്ന ഒരു ആശുപത്രി, ഒരു സാധാരണ ആശുപത്രി. കുറച്ച് 2000 ബെഡുകളുണ്ട്. നമ്മളുടെയൊക്കെ സാധാരണ ഇതിലുള്ള ആശുപത്രി മോഡലിൽ ഇങ്ങനെ നീണ്ട് നമ്മുടെ ജില്ലാ ആശുപത്രി പോലെയൊക്കെ ഉള്ള ഒരു ആശുപത്രി. അവിടെയാണ് ഇന്നലെ പാകിസ്ഥാൻ സ്ട്രൈക്ക് ചെയ്തിരിക്കുന്നത്. പാകിസ്ഥാൻ സ്ട്രൈക്ക് ചെയ്യണം. ഈ ചൈനയുടെയൊക്കെ സാധനങ്ങൾ കൊണ്ടുവന്ന്, അല്ലെങ്കിൽ ചൈനയുടെ വിമാനങ്ങൾ അതൊക്കെ കൊണ്ടുവന്ന് ഉപയോഗിച്ച് കരുത്ത് കാണിക്കണം. അത് പാവമെന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും അഫ്ഗാനിസ്ഥാൻ്റെ മേളിൽ ചെയ്തിരിക്കുകയാണ്. അത് ഇസ്രയേലും അമേരിക്കയൊക്കെ ചെയ്യുന്നത് പോലെ. ഇപ്പോൾ അമേരിക്കയുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ ഒരു മിസൈൽ തെറ്റിയാണ് ഈ ഇറാനിലെ ഒരു സ്കൂളിൽ വീണ് കുറേ കുട്ടികൾ മരിച്ചു എന്നും പറഞ്ഞ് ഇങ്ങനെ 24/7 അബദ്ധമാണ്, സംഭവിക്കാൻ പാടില്ലാത്തതാണ്. നമ്മളതിനെ അപലപിക്കുന്നതാണ്, നമുക്ക് വേദനയും ദുഃഖവും ഉണ്ടാക്കുന്നതാണ്. എല്ലാം ശരിയാണ്. ഒരിക്കലും യുദ്ധത്തിൽ അങ്ങനെ ഒരു അബദ്ധം പോലും പറ്റാൻ കഴിയില്ല. ഇപ്പോൾ ഇന്ന് പാകിസ്ഥാൻ്റെ കയ്യിൽ നിന്ന് പറ്റിയിരിക്കുന്ന ഇത് തന്നെയാണ്. പാകിസ്ഥാന് മനഃപൂർവ്വം ചെയ്തു എന്നുള്ളൊരു വാദം എനിക്കില്ല. ഐ ഡോണ്ട് സേ സോ. അത് ഏത് വശം ചെയ്താലും, ഇസ്രയേൽ ചെയ്താലും അമേരിക്ക ചെയ്താലും പാകിസ്ഥാൻ ചെയ്താലും ഇനി ഏത് രാജ്യം ചെയ്താലും മനഃപൂർവ്വം അവരൊരു ആശുപത്രിയെ ലക്ഷ്യമിട്ടു, ടാർഗറ്റ് ചെയ്തു എന്ന് ഒരു വാദം എനിക്കില്ല. മറിച്ച് അവർക്ക് അബദ്ധം സംഭവിച്ചു തന്നെയായിരിക്കും. പാകിസ്ഥാന് മിസൈൽ അവർക്ക് ടാർഗറ്റ് കൃത്യമായിട്ട്, അതെന്താ കാരണം എന്നറിയില്ല. പക്ഷേ അമേരിക്കയ്ക്ക് സംഭവിച്ചോണം പഴയ ഇത് നോക്കിയാണോ സംഭവിച്ചത്, അല്ലെങ്കിൽ ഇറാൻ്റെ മിസൈൽ തന്നെയാണോ അവിടെ, നമുക്കറിയില്ല. പക്ഷെ എന്തായാലും ഒരു അബദ്ധമാണ്. പക്ഷേ ഈ അബദ്ധം സംഭവിച്ചു. 408 പേരാണ് ഇതിനകം മരിച്ചിട്ടുള്ളത്. 256 പേർക്ക് ഇഞ്ചുറി ഉണ്ട്. അപ്പോൾ കുറേ പേരുടെ ഒരു ഭയങ്കര ക്രിട്ടിക്കലായിട്ടാണ് ഈ ഇഞ്ചുറീസിൽ പലതൊരു 100-ലേറെ ഇഞ്ചുറീസ് വളരെ ക്രിട്ടിക്കലാണ്. ഇനിയും മരണങ്ങൾ ഉണ്ടാകാം. വളരെ ദയനീയമാണ്. ഒരു ഹോസ്പിറ്റലിൻ്റെ ഇങ്ങനെ നിന്ന് പോകുകയാണ്, നീണ്ടും വലിയൊരു കോംപ്ലക്സ് പോലെയുള്ള ഒരു സ്ഥലത്ത് നിന്ന് വെറും ഇതായിട്ടുള്ള സാധാരണ ലെവലിലുള്ള ഒരു ഹോസ്പിറ്റലിൽ പോവുകയാണ്. അതുകൊണ്ട് നമ്മളുടെ ഇന്ന് ഫേസ്ബുക്കിലൊക്കെ രോദനമാണ്. ഈ മതം നോക്കി മാത്രം മോങ്ങുന്നവരുടെ രോദനമാണ് ഏറ്റവും വലിയ രോദനം. പോട്ടെ, അവർ മതം നോക്കിയാണെങ്കിലും മോങ്ങിയല്ലോ എന്നുള്ളതാണ് എൻ്റെ ഒരു ആശ്വാസം. അത് വളരെ വേദനാജനകമായ ഒരു കാര്യമാണ്. മനുഷ്യനാണ്, അതും ജീവിതത്തിൻ്റെ ഏറ്റവും മോശമായ ഒരു അവസ്ഥയിൽ രോഗത്തിനടിപ്പെട്ട്, മദ്യമായിക്കോട്ടെ മയക്കുമരുന്നായിക്കോട്ടെ, അതിൽ നിന്ന് വിടുതൽ നേടാനായിട്ട് ഒരു ക്യൂറേറ്റീവ് പീരീഡിലൂടെ കടന്നു പോകുന്ന മനുഷ്യർ, അവർക്ക് നേരെ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ മനുഷ്യന് നേരെയുള്ള ആക്രമണമാണ്. അത് ഭയങ്കര, ഞാനത് കേട്ടപ്പോൾ നമുക്ക് ആർക്കും ഒരു സന്തോഷവുമില്ല, ആരും അത് ആസ്വദിക്കുകയില്ല. അത് പാകിസ്ഥാനെ ഉടനെ പിടിച്ച് നരഭോജികൾ, ഡാഷിൻ്റെ മക്കൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോസ്റ്റും ആരും ഇടില്ല. കാര്യം ബിക്കോസ് അവർ ട്രബിളിൽ വീണിരിക്കുകയാണ്. കാര്യം അവരത് എന്തായാലും ഞാൻ കരുതുന്നത് ഇങ്ങനെയുള്ളൂ. അഫ്ഗാനിസ്ഥാനിലെ ഒരു ഹോസ്പിറ്റൽ ബോംബ് ചെയ്തിട്ട് അല്ലെങ്കിൽ മിസൈൽ വെച്ച് നശിപ്പിച്ചിട്ട് സ്കോസ് സെറ്റിൽ ചെയ്യാം, പ്രതികാരം വീട്ടാമെന്ന് ചിന്തിക്കത്തത്ര രീതിയിൽ അതപ്പതിച്ചവരായിരിക്കും പാകിസ്ഥാനിലുള്ള ഇനിയിപ്പോൾ അസീം മുനീർ പോലും എന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെയൊന്നും സാധാരണ ജയിലിൽ ആർമികൾ ചിന്തിക്കാറില്ല. അപ്പോൾ ഒരു അബദ്ധം പറ്റിയാണ്. പക്ഷേ ഈ അബദ്ധത്തിൻ്റെ മേളിൽ കുട്ടികൾക്ക് വേണ്ടി ഇന്ന് കേരളത്തിൻ്റെ തെരുവുകളിലൊക്കെ എന്തുമാത്രം വലിയ സംഘർഷമാണ് ഉണ്ടായത്. നമ്മളുടെ ബുദ്ധിജീവികൾ, സാംസ്കാരിക ജീവനക്കാർ, അവരൊക്കെ എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റുകളുടെ നീളം കാണേണ്ടതാണ്. അവർ വളരെ അപ്സെറ്റാണ്. മനുഷ്യൻ മരിക്കുന്നിടത്ത് അവർ ഓടിയെത്തും. അല്ല, ഒരു ചെറിയൊരു മീൻ, എല്ലാ മീനുകളെയും രക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും സമുദ്രതീരത്ത് അറിയാതെ ഒറ്റപ്പെട്ടു പോകുന്ന, മണലിൽ കിടന്ന് പിടയുന്ന ഒരു മീനെ പിടിച്ച് തിരയിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത്രയെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിയുമല്ലോ എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മുടെ സാംസ്കാരിക നയങ്ങൾ. അവരൊക്കെ ഇന്നിനി അവർക്ക് അത്താഴം വേണ്ടി വരും എന്ന് ഞാൻ കരുതുന്നില്ല. അവർ ഒരു അല്പം വെള്ളം കുടിച്ച് ഇന്നത്തെ ഗുളികകളും ഒക്കെ കഴിച്ചിട്ട് ഉറങ്ങാനാണ് സാധ്യത. ഇന്നത്തെ അവരുടെ പോസ്റ്റുകളും പ്രസ്താവനകളും രോദനങ്ങളും ഒക്കെ ഇന്ന് ഭീകരമായിരുന്നു. കേരളം മുഴുവൻ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അവരുടെ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുകയാണ്.